ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഫാക്ടേഴ്സ് അതാണ് ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, സോ ഒരു നമ്പർ ഇപ്പം ഞാൻ തരിക. നമ്പർ തന്നിരിക്കുന്നത് 24 എന്നുള്ള നമ്പറാണ് തന്നിരിക്കുന്നത്. 24. ദെൻ ഞാൻ പറയുകയാണ് 24ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്. അതായത് 24ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഒന്ന് 24, ദെൻ 48, 72, 96, ഇങ്ങനെയാണ് 24ൻ്റെ മൾട്ടിപ്പിൾ വരിക. അതായത് 24 × 1 24, 24 × 2 48, ആൻഡ് 24 × 3 72, 24 × 4 96, അങ്ങനെ അപ് ടു എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള മൾട്ടിപ്പിൾസ് നമുക്ക് 24ൻ്റെ വരും. ഇതിൻ്റെ മൾട്ടിപ്പിൾസാണ്. ദെൻ എന്താണ് 24ൻ്റെ ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 ഏതെല്ലാം നമ്പേഴ്സിൽ ഡിവിസിബിൾ ആണോ, ഏതെല്ലാം നമ്പർ കൊണ്ട് 24 ഡിവിസിബിൾ ആണോ അതെല്ലാമാണ് 24ൻ്റെ ഫാക്ടേഴ്സ്. അല്ലെങ്കിൽ എന്തു പറയാം, ഏതെല്ലാം നമ്പേഴ്സിൻ്റെ ടേബിളിലാണോ 24 വരുന്നത് അതെല്ലാം 24ൻ്റെ ഫാക്ടേഴ്സാണ്. സോ 24 എന്ന് പറഞ്ഞാൽ 1ൽ ഡിവിസിബിൾ ആണ് അല്ലേ. 24 2 കൊണ്ട് ഡിവിസിബിൾ ആണോ? 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ദെൻ 24 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 24 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. ദെൻ 24 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. 8 കൊണ്ട് ഡിവിസിബിൾ ആണ്. ദെൻ 12 കൊണ്ട് ഡിവിസിബിൾ ആണ്. 24 കൊണ്ടും ഡിവിസിബിൾ ആണ്. അതായത് 1ൻ്റെ ടേബിളിൽ 24 വരുന്നത് 1 × 24 24 ആണ്. 2ൻ്റെ ടേബിളിൽ 2 × 12 24 ആണ്. 3ൻ്റെയിൽ 3 × 8 24, 4 × 6 24, 6 × 4 24, ആൻഡ് 8 × 3 24, 12 × 2 24, ആൻഡ് 24 × 1 24. അപ്പോൾ അങ്ങനെ 1 2 3 4 5 6 7 8 ഫാക്ടേഴ്സാണ്, അല്ലെങ്കിൽ 8 ഡിവൈസേഴ്സാണ് 24ന് ഉള്ളത്. അതായത് 24നെ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഡിവിസിബിൾ ആക്കാൻ പറ്റുമോ അതെല്ലാം ഈ 24ൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എത്ര വരും? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 ഫാക്ടേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ ഇനി വരാൻ പോകുന്നത് സം ഓഫ് ഫാക്ടേഴ്സാണ്. സം ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 1 + 2 + 3 + 4 + 6 + 8 + 12 + 24. Okay, so 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 6 16, 16 + 8, 16 + 8 is 24, and 24 + 10 is 34, 34 + 2 is 36, and 36 + 20 is 56, 56 + 4 60. അപ്പോൾ ഇതിൻ്റെ സമ്മ് നമുക്ക് 60 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സും സം ഓഫ് ഫാക്ടേഴ്സും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ചോദിക്കുന്നത് നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സാണ്. നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈവനാണ്. 2 4 6 8 12 24. അതായത് 1 2 3 4 5 6 ഫാക്ടേഴ്സാണ് ഇവിടെ ഈവൻ ആയിട്ടുള്ളത്. അതേപോലെ നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം 3ഉം 2 എണ്ണം. then അടുത്തത് സം ഓഫ് ഈവൻ ഫാക്ടേഴ്സ്. ഈവൻ ഫാക്ടേഴ്സിൻ്റെ സം ഏത്?
ഈവൻ ഫാക്ടേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ 2 + 4 + 6 + 8 + 12 + 24 ആണ്. ഓക്കെ, അപ്പോൾ 6 + 4 10 കിട്ടി, 8 + 2 10 കിട്ടി. പിന്നെ ഇവിടെ എന്തുണ്ട്? 10ഉം ഇവിടെ 20ഉം ഉണ്ട്. അപ്പോൾ 20 + 10 30, 30 + 20 50 and 50 + 6 is 56 ആണ് സം ഓഫ് ഈവൻ ഫാക്ടേഴ്സ്. ഇനി സം ഓഫ് ഓഡ് ഫാക്ടേഴ്സ്. സം ഓഫ് ഓഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 3 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളിവിടെ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അതായത് ആ നമ്പർ ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആവുകയോ അതെല്ലാം അതിൻ്റെ ഫാക്ടേഴ്സാണ്. ഈ ഫാക്ടേഴ്സ് എടുക്കുന്ന സമയത്ത് 1ഉം ആ നമ്പറും എന്തായാലും വരും. അതായത് 1ഉം വന്നിട്ടുണ്ട്, ഇവിടെ 24ഉം വന്നിട്ടുണ്ട്. ബാക്കി ഈ 24 ഏതെല്ലാം നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആണോ അതെല്ലാം നമ്മൾ എഴുതും. അതാണ് ഇവിടുത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എഴുതി, ദെൻ സം ഓഫ് ഫാക്ടേഴ്സ് എഴുതി, ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു, ഓഡ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു, അതിൻ്റെ നമ്പറും കണ്ടു, സമ്മും കണ്ടു, അല്ലേ? ഇതൊക്കെ നമ്മളിപ്പോൾ എഴുതിയത് 24 എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പർ ആയതുകൊണ്ടാണ് നമുക്കിത് എഴുതാനായിട്ട് എളുപ്പമായിരുന്നത്. ഓക്കെ, 24 എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പർ ആയതുകൊണ്ടാണ് നമുക്കിത് എഴുതാൻ എളുപ്പമായിരുന്നത്. സോ നമ്മൾ ഇനി എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു നമ്പർ തരികയാണ്. വലിയൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇത്രയും ഫാക്ടേഴ്സ് എഴുതി അഡീഷൻ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ ടൈമിനുള്ളിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന കോൺസെപ്റ്റ് നോക്കും. എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ? സോ എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ? നമ്മൾക്ക് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് നമ്മളത് എഴുതണം. ഓക്കെ, അതായത് ഇപ്പോൾ n എന്ന് പറഞ്ഞൊരു നമ്പർ തന്നു. n എന്ന് പറഞ്ഞൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ a⁻p, b⁻q, c⁻r, d⁻s ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ABCD എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ ABCD പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. എന്താണ് പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 ഫാക്ടേഴ്സേ ഉണ്ടാവൂ. 1ഉം അതേപോലെ അതേ നമ്പറുമാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. അതായത് n എന്ന് പറയുന്ന ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം ഉണ്ടാവും, n-ഉം ഉണ്ടാവും. അങ്ങനെയുള്ള നമ്പറിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം നമ്പർ ഈ ഒരു കേസിൽ ABCD എന്ന് പറയുന്ന പ്രൈം നമ്പർ ആയിരിക്കും. അതിനി അതിൻ്റെ പവേഴ്സും കൂടെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നമ്പർ n എഴുതുന്നതിനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു കേസ് തന്നെ നോക്കാം. അതായത് 24 എന്ന് പറയുന്ന നമ്പറാണ്. 24നെ നമ്മളെങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും? ആദ്യത്തെ ഒരു കേസിൽ നമ്മളിപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് ചെയ്യുക? 24നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ, ഇപ്പോൾ 24 2 കൊണ്ട് എത്ര തവണ? 12 ടൈംസ്. ദെൻ അഗെയിൻ 2 6 ദെൻ 2 3. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 24 എന്ന് പറയുന്നത് 2⁻3 × 3 എന്ന് കിട്ടി. 2⁻3 × 3 എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ആദ്യത്തെ കേസ് നമ്മളിവിടെ ഈ 2⁻3യുടെ ഫാക്ടേഴ്സ് എഴുതുകയാണ്. എന്തെല്ലാമാണ് 2⁻3യുടെ ഫാക്ടേഴ്സ്? 2⁻3യുടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2⁻0 ഉണ്ടാവും, 2⁻1 ഉണ്ടാവും, 2⁻2 ഉണ്ടാവും, 2⁻3 ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഈ 3യുടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 3⁻0 ഉണ്ടാവും, 3⁻1 ഉണ്ടാവും. ഓക്കെ, ദെൻ ആദ്യം നമുക്ക് പറയാനുള്ളത് ഇവിടെയുള്ള
ഫാക്ടേഴ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് നേരത്തെ 8 എന്ന് കിട്ടി. അത് ഇതിൽ നിന്ന് എങ്ങനെ 8 കിട്ടുമെന്ന് നോക്കാം. അതായത് 2 പവർ 0 ഇൻറ്റു 3 പവർ 0 ഇതൊരു ഫാക്ടറാണ്. അതായത് 2 പവർ 0 ഇൻറ്റു 3 പവർ 0 എന്ന് പറഞ്ഞാൽ 1, അതൊരു ഫാക്ടറാണല്ലോ. 2 പവർ 0 ഇൻറ്റു 3 പവർ 1 അതൊരു ഫാക്ടറാണ്. അതൊരു ഫാക്ടറാണെന്നുള്ളത് നമുക്ക് കിട്ടി, അതായത് 3. ദെൻ അഗെയിൻ അതേപോലെ തന്നെ ഇവിടെ 2 പവർ 1 ഇൻറ്റു 3 പവർ 0, 2 പവർ 1 ഇൻറ്റു 3 പവർ 1 എന്ന് വരും. സിമിലർ കേസ് തന്നെ 2 പവർ 2 ഇൻറ്റു 3 പവർ 0, 2 പവർ 2 ഇൻറ്റു 3 പവർ 1. ദെൻ അഗെയിൻ 2 പവർ 3 ഇൻറ്റു 3 പവർ 0 ആൻഡ് 2 പവർ 3 ഇൻറ്റു 3 പവർ 1. ഇങ്ങനെ വന്നു. അതായത് ഓരോന്നിനും 2 ഫാക്ടേഴ്സ് വെച്ച് വന്നു. ഇത് 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു 2 8 ഫാക്ടേഴ്സ് ആണെന്നുള്ളത് ഇവിടുന്ന് കിട്ടി. ഇതിനി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ൻ്റെ പവറിൽ എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത് അല്ലേ? ആ 3യുടെ കൂടെ നമ്മൾ ഒരെണ്ണം ആഡ് ചെയ്യുക. 3യുടെ കൂടെ ഒരെണ്ണം ആഡ് ചെയ്യുക. ദെൻ 3യുടെ പവറിൽ ഒരെണ്ണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെയും നമ്മളൊന്ന് ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 ഇൻറ്റു 2 ചെയ്തു. ദെൻ 8 നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ 3 പ്ലസ് 1ഉം 1 പ്ലസ് 1ഉം നമ്മൾ ആഡ് ചെയ്തു. എന്തുകൊണ്ട് ആഡ് ചെയ്തു? ഇവിടെ ഇപ്പോൾ 2 പവർ 3 ഉള്ളൂ. 2 പവർ 3 ഉള്ളൂ. സോ നമുക്ക് 2 പവർ 0 എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ അവിടെ വരുന്നുണ്ട് അല്ലേ? 2 പവർ 1, 2 പവർ 2, 2 പവർ 3 അതിൽ 2 പവർ 0 എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടെ വരുന്നത് കൊണ്ട് നമ്മൾ 3 പ്ലസ് 1 4 എടുത്തു. പവറിൽ എത്രയുണ്ടോ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. ദെൻ അതേപോലെ തന്നെ 3യുടെ കേസ് വരുമ്പോൾ 3 പവർ 1 ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ കൂടെ 3 പവർ 0 എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ ഈ 3ക്കുണ്ട്. സോ ഒരെണ്ണം നമ്മളിവിടെ ആഡ് ചെയ്തു. 1 പ്ലസ് 1 3 പ്ലസ് 1 അങ്ങനെ 8 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ഇവിടുത്തെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇത് തന്നെ ഞാനിപ്പോൾ വേറൊരു നമ്പർ തരികയാണ്. അതായത് ഇപ്പോൾ 36 തന്നു. 36 തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 36 എന്ന് പറയുന്ന പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ ചെയ്യാം? ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ 36/2 18 വരും. ദെൻ 2 9 വരും. 3 വരും. 3 1 വന്നു. അങ്ങനെ നമ്മൾ 2 പവർ 2 ഇൻറ്റു 3 പവർ 2 എന്ന് എഴുതി. 2 പവർ 2 ഇൻറ്റു 3 പവർ 2 എന്ന് നമ്മൾ എഴുതി. ഇതല്ലാതെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇൻറ്റു 4 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. ദെൻ 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. ഇങ്ങനെയും എഴുതാം പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 36നെ എങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാമെന്ന് നോക്കുക. അതായത് 36 ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല. ഇപ്പോൾ 36നെ എനിക്ക് വേണമെങ്കിൽ 12 ഇൻറ്റു 3 എന്നും എഴുതാം. 12നെ എന്നിട്ട് എഴുതാം 4 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാം. 4നെ 2 സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ദെൻ 3 സ്ക്വയർ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും പ്രൈം ഫാക്ടറൈസേഷൻ ഒരുപോലെ തന്നെയാണ് വരുന്നത്. അതിനുശേഷം ഇതിനകത്ത് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പവറിൽ വരുന്ന വാല്യൂസ് ഉണ്ടാവും. ആ പവറിൽ വരുന്ന വാല്യൂസ് എല്ലാം ഒന്ന് ആഡ് ചെയ്യണം എല്ലാ പവറിൻ്റെയും കൂടെ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഇവിടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ പവറിൽ 2 ആണല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 2 പ്ലസ് 1 ചെയ്യണം. ദെൻ ഇവിടെ പവറിൽ 2 ഉണ്ട്. എഗെയിൻ 2 പ്ലസ് 1 ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഇൻറ്റു 3 9 ഫാക്ടേഴ്സ് ആണ് 36ന് ഉള്ളത് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 9 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഇനി ഞാനൊരു നമ്പർ തരികയാണ്. നമ്പർ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: 2 പവർ 5 ഇൻറ്റു 3 പവർ 8 ഇൻറ്റു 4 പവർ 16 ഇൻറ്റു 5 പവർ 2 ഇൻറ്റു 6 പവർ 9. ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിക്കുകയാണ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പവറിൽ തന്നിട്ട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി ഈ പവറിൽ 1 ആഡ് ചെയ്ത് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ നോക്കാനുള്ളത് നമ്പർ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കിടക്കുകയാണോ നോക്കുക. അതായത് അതിൻ്റെ ബേസിലെല്ലാം പ്രൈം നമ്പേഴ്സ് ആണോ നോക്കുക.
2 ഉണ്ട്, 3 ഉണ്ട്. 4 പ്രൈം ആണോ? അല്ല അല്ലേ. അപ്പോൾ 2ൻ്റെ പവറിൽ നമ്മൾ എഴുതണം. ദെൻ 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. ദെൻ 6 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണോ? അല്ല. അതും നമ്മൾ 2ഉം 3യും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിൽ എഴുതണം. അപ്പോൾ ആദ്യം അതെഴുത്. അതായത് n എന്ന് പറയുന്നത് 2 പവർ 5 ഇൻറ്റു 3 പവർ 8 ഇൻറ്റു ഈ 4നെ എങ്ങനെ എഴുതാം? 2 പവർ 2 പവർ 16 എന്ന് എഴുതി. ദെൻ 5 സ്ക്വയർ എഴുതി. 2 ഇൻറ്റു 3 ആണ് 6 പവർ 9 എഴുതി. ഓക്കെ, 2 ഇൻറ്റു 3 ആണ് 6 പവർ 9 എഴുതി. ഇനി ഇതിവിടെ 2 പവർ 5 വന്നു, ഇവിടെ 3 പവർ 8 വന്നു. ഇനി ഇവിടെ എന്താ? 2 പവർ 2 പവർ 16 എന്നാണ്. അതായത് എ പവർ എം പവർ n വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? എ പവർ എം എൻ എന്നാണ് എഴുതേണ്ടത്. അതായത് എ പവർ എം പവർ n വന്നു കഴിഞ്ഞാൽ എ പവർ ഇത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ 2 പവർ 2 പവർ 16 വന്നാൽ 2 പവർ 2 ഇൻറ്റു 16 ആണ്. അപ്പോൾ 16 ഇൻറ്റു 2 32 ആണ്. അപ്പോൾ 2 പവർ 32 എന്ന് വന്നു. ദെൻ 5 പവർ 2 വന്നു. ഇനി ഇത്, അതായത് എ ഇൻറ്റു ബി പവർ n എന്ന് വന്നെന്ന് വെച്ചോ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എ പവർ n ഇൻറ്റു ബി പവർ n ആണ്. അതായത് എ ഇൻറ്റു ബി പവർ n എന്ന് പറഞ്ഞാൽ ഈ n രണ്ട് എക്കും ബിക്കും പവറിൽ വരുന്ന ആണ് n. ഓക്കെ, അപ്പോൾ എ പവർ എന്നും വന്നു, ബി പവർ എന്നും ഇങ്ങനെ വന്നു. അതായത് ഇപ്പോൾ 2 ഇൻറ്റു 3 പവർ 8 എന്ന് വന്നു കഴിഞ്ഞാൽ 2 പവർ 8 ഇൻറ്റു 3 പവർ 8 ആണ് അത്. ഇവിടെ എന്താ വന്നത്? 2 ഇൻറ്റു 3 പവർ 9 ആണ്. അപ്പോൾ 2 പവർ 9 ഇൻറ്റു 3 പവർ 9 വന്നു. ഇനി 2ൻ്റെ പവറിൽ ഏതൊക്കെ വരും? 5 പ്ലസ് 32 പ്ലസ് 9 ഉണ്ട്. 3യുടെ പവറിൽ 8 പ്ലസ് 9 ഉണ്ട്. ദെൻ 5 സ്ക്വയർ. ഓക്കെ, ഇത്രയും വന്നു. ഇനി ഇത് ആഡ് ചെയ്യണം. 5 പ്ലസ് 9 14, 14 പ്ലസ് 32 ചെയ്യുക. 14 പ്ലസ് 32 ചെയ്യുമ്പോൾ 46 കിട്ടും. സോ 2 പവർ 46 ഇൻറ്റു 3 പവർ 17 ഇൻറ്റു 5 പവർ 2 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമ്പർ നമ്മളിങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിക്കും. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതിൻ്റെ പവറിലുണ്ടല്ലോ, പവറിൽ എല്ലാം നമ്മൾ 1 ആഡ് ചെയ്യണം. 1 ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ 47, 18, 3. 18 ഇൻറ്റു 3 എത്രയാണ്? 54 ആണ്. സോ 47 ഇൻറ്റു 54 എന്ന് വരും. സോ 47 ഇൻറ്റു 54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇൻറ്റു 4 28, 8, 2 ക്യാരി. ദെൻ 4 ഇൻറ്റു 4 16, 16 പ്ലസ് 7 ഇൻറ്റു 5 35. അപ്പോൾ 16 പ്ലസ് 35 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 51 കിട്ടും. 51 പ്ലസ് 2 53, 5. സോ 5 ക്യാരി. ദെൻ 5 ഇൻറ്റു 4 20, 20 പ്ലസ് 5 25. 2538 എന്നുള്ളതാണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടിയത്. ഓക്കെ, ഇതല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് ഇതല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. 47 ഇൻറ്റു 54 ആണ്. 7 ഇൻറ്റു 4 28, 4 ഇൻറ്റു 4 16, 16 പ്ലസ് 2 18, 7 ഇൻറ്റു 5 35, 5 ഇൻറ്റു 4 20, 20 പ്ലസ് 3 23. സോ 8 പ്ലസ് 5 13, 3 പ്ലസ് 1 4 പ്ലസ് 1 5, 2 5 3 8 ഇങ്ങനെ കിട്ടി. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ളത് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതായത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതിയിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഒരു ചെറിയ നമ്പറിൻ്റെ കേസിൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നും നമ്പർ ഉണ്ടെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ നമ്പർ വലുതായി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പവറിൽ ഓരോ നമ്പേഴ്സ് ഉണ്ടാവും. ആ പവറിലുള്ള നമ്പേഴ്സിനെ
ആദ്യം നമ്മൾ ഒന്ന് ആഡ് ചെയ്യും, ആ പവറിലുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യും. ആഡ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുക? ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്, നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സും ഉണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു നമ്പർ എടുക്കുകയാണ്. നമ്പർ എടുത്തു, 24 എന്ന് തന്നെയാണ് നമ്പർ എടുത്തതെന്നിരിക്കട്ടെ. 24 ആണ് നമ്പർ എടുത്തിരിക്കുന്നത്. 24 എന്ന് പറഞ്ഞാൽ 8 × 3 ആണ് അല്ലേ? 8 × 3 ആണ് 24. ദെൻ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 പവർ 3 × 3 പവർ 1 എന്ന് എഴുതാം. ഇതാണ് 24. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 + 1 × 1 + 1 ആണ്. സോ അത് 3 + 1 4, 4 × 2 8 ഫാക്ടേഴ്സാണ് കിട്ടുന്നത്. ഇപ്പോൾ 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3 എന്നുള്ളതാണ് 2 പവർ 3യുടെ ഫാക്ടേഴ്സ്. 3 പവർ 1ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 3 പവർ 0യും വരും, 3 പവർ 1ഉം വരും. ഓക്കെ, ദെൻ ഓരോ ഫാക്ടേഴ്സ് എഴുതാനായിട്ട് പറയുമ്പോൾ നമ്മുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് 2 പവർ 0 × 3 പവർ 0 എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. 2 പവർ 0 × 3 പവർ 1 എന്ന് പറയുന്നതും ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇതുപോലെ പിന്നെ വരുന്നതാണ് 2 പവർ 1 × 3 പവർ 0, അതൊരു ഫാക്ടറായിരിക്കും. 2 പവർ 1 × 3 പവർ 1 എന്ന് പറയുന്നത് ഒരു ഫാക്ടറായിരിക്കും. ദെൻ 2 പവർ 2 × 3 പവർ 0 അടുത്ത ഫാക്ടർ. 2 പവർ 2 × 3 പവർ 1 നെക്സ്റ്റ് ഫാക്ടർ. അതേപോലെ 2 പവർ 3യുടെ കൂടെയും ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ഫാക്ടേഴ്സ് കിട്ടും. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 8 ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഫാക്ടർ ഉണ്ടല്ലോ, അതായത് 2 പവർ 0യെ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 2 പവർ 0 × 3 പവർ 0 നമുക്ക് എന്ത് വരും? 1 വരും. അതേപോലെ 2 പവർ 0 × 3 പവർ 1 3 വരും. ഓക്കെ, ബാക്കി എല്ലാ ഫാക്ടേഴ്സും എന്താണ്? 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. 2 പവർ 1 കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തു, 2 പവർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 പവർ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ വരുന്ന ഫാക്ടേഴ്സ് എല്ലാം ഈവൻ ഫാക്ടേഴ്സ് ആയിരിക്കും. ഈ വന്നിരിക്കുന്ന ഈ 2 ഫാക്ടേഴ്സ് ഓഡ് ഫാക്ടേഴ്സാണ്. 1ഉം 3 എന്ന് പറഞ്ഞാൽ ഓഡ് ഫാക്ടേഴ്സാണ്. അപ്പോൾ അത് നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ 1ഉം 3യും എടുക്കണ്ട, ബാക്കിയെല്ലാം ആണ് എടുക്കാനുള്ളത്. സോ 2 പവർ 0, അതായത് 2ൻ്റെ പവറിൽ 0 വരുന്ന ടേം നമ്മൾ എടുക്കണ്ട. ഓക്കെ, അപ്പോൾ 2ൻ്റെ പവറിൽ എത്ര ടേംസാണ് ഇവിടെ വന്നിരിക്കുന്നത്? 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 എഴുതുക. ദെൻ 3യുടെ കേസിൽ തന്നിരിക്കുന്ന പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. തന്നിരിക്കുന്ന പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 2. അപ്പോൾ 1 + 1 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 3 × 2 6 വന്നു. അങ്ങനെയാണ് നമുക്ക് ഈവൻ ഫാക്ടേഴ്സ് 6 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ പറയാം. അതായത് ഒരു നമ്പർ തന്നിട്ടുണ്ട്, അത് 2 പവർ 6 × 7 പവർ 2 × 3 പവർ 8 × 5 പവർ 2 എന്നാണ് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 7 × 3 × 9 × 3 എന്നാണ് എഴുതുന്നത് അല്ലേ? അപ്പോൾ 63 × 9 എന്ന് വരും. 7 5 67 എന്ന് വന്നു നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇനി ഇവിടെ തന്നെ നമ്മൾ നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് എടുക്കുക എന്ന് വെച്ചോ. ഈവൻ ഫാക്ടേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ഈ 2 പവർ 0 എടുത്തു കഴിഞ്ഞാൽ 2 പവർ 0 എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെയുള്ള എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഓഡ് നമ്പറാണ് വരിക. ബിക്കോസ് 2 പവർ 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെൻ അത് ഇവിടെയുള്ള ഏത് ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഓഡ് നമ്പറാണ് വരിക. അപ്പോൾ അതൊരു
ഓഡ് ഫാക്ടറാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈവൻ ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. ഈവൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2ൻ്റെ പവറിൽ എത്രയാണ്? 6 ആണുള്ളത് അല്ലേ? ആ 6 അതുപോലെ എഴുതി. ഇനി ബാക്കിയുള്ള ഈവൻ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഓഡ് പ്രൈം നമ്പേഴ്സ് ഉണ്ടല്ലോ, 7ഉം 3ഉം 5ഉം, അതിൻ്റെ പവറിലുള്ള നമ്പേഴ്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു 3 ഇൻറ്റു 9 ഇൻറ്റു 3 എന്ന് വന്നു. അപ്പോൾ 81 ഇൻറ്റു 6 486 എന്ന് വന്നു. 486 ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ്. നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതാണ്. ദെൻ നമ്മൾ അടുത്തത് നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്. നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ്. നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ കിട്ടുക? നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് കിട്ടണമെങ്കിൽ ഇവിടെ ഈ 2ൻ്റെ പവർ ഉണ്ടല്ലോ, 2ൻ്റെ പവർ ഒന്നും കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യരുത്. 2ൻ്റെ പവർ ഒന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഈ 3യുടെ പവർ മാത്രമേ ഉണ്ടാവൂ. അപ്പം നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് ഈ ഒരു നമ്പറിൻ്റെ എടുക്കാമെന്ന് വെച്ചോ. ഓഡ് ഫാക്ടേഴ്സ് ഓഫ് 2 പവർ 3 ഇൻറ്റു 3 പവർ 8 എന്ന് എടുത്തെന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ ഓഡ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പോൾ 2ൻ്റെ പവറിൽ എന്തുണ്ടോ അതൊന്നും എടുക്കരുത്. 3യുടെ പവറിലുള്ളത്, അതായത് 8 + 1. സോ 9 ആണ് നമ്മളിവിടെ എടുക്കാനുള്ളത്. 9 ആണ് എടുക്കാനുള്ളത്. ഇതെന്താ എങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3, അതേപോലെ 3 പവർ 0, 3 പവർ 1, 3 പവർ 2 എക്സെട്ര അപ് ടു 3 പവർ 8 വരെ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഓരോ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫാക്ടേഴ്സ് എടുക്കുക? ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ ഈ ഓഡ് ഫാക്ടേഴ്സ് എടുക്കുന്ന സമയത്ത് ഈ 2 കൊണ്ടുള്ള എന്ത് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ നടന്നു കഴിഞ്ഞാലും അവിടെ ഓഡാണ് ഈവൻ ആണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. സോ നമ്മൾ ഇതൊന്നും എടുക്കത്തില്ല, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എടുക്കുക. സോ 9 ഫാക്ടേഴ്സാണ് ഇവിടെ ഓഡായിട്ട് വരുന്നത്. ഓക്കെ, 9 ഫാക്ടേഴ്സാണ് ഓഡായിട്ട് വരുന്നത്. ഇനി ഒരു നമ്പർ തരികയാണ്. നമ്പർ തന്നിരിക്കുന്നത് നോക്കിക്കേ. n എന്ന് പറയുന്ന ഒരു നമ്പർ. n എന്ന് പറയുന്ന നമ്പർ തന്നിരിക്കുന്നത് 50400 എന്ന് തന്നു. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇപ്പം 10 എന്ന് പറഞ്ഞ നമ്പർ തന്നു കഴിഞ്ഞാൽ 2 × 5 ആണെന്ന് മനസ്സിലാവും. 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എന്ന് പറയുന്ന നമ്പർ ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് 2 സീറോസ് ആണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? 2ൻ്റെ പവറിൽ 2 കൊടുക്കുക, 5ൻ്റെ പവറിലും 2 കൊടുക്കുക. അതേപോലെ തന്നെ 1000 വന്നു കഴിഞ്ഞാൽ 2ൻ്റെ പവറിൽ 3 കൊടുക്കുക, 5ൻ്റെ പവറിൽ 3 കൊടുക്കുക. ഓക്കെ, നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ എളുപ്പമാക്കാനുള്ള മെത്തേഡാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 50400 എന്ന് പറയുന്ന ആ ഒരു നമ്പറിനെ നമ്മൾ 504 × 100 എന്ന് എഴുതി. ഓക്കെ, 504 × 100 എന്ന് എഴുതി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഈ 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 100നെ നമുക്ക് 2 പവർ 2 × 5 പവർ 2 എന്ന് എഴുതി. ദെൻ ഈ 504 എന്ന് പറയുന്നത് 9ൽ ഡിവിസിബിൾ ആണ്. ബിക്കോസ് സം എടുത്തു കഴിയുമ്പോൾ 5 + 4 9 ആണ് അല്ലേ? അപ്പോൾ 9ൽ ഡിവിസിബിൾ ആണ്. സോ 9ൽ ഡിവിസിബിൾ ആകുമ്പോൾ 9 × 5 × 9 × 56 ചെയ്യുമ്പോഴാണ് നമുക്ക് 504 കിട്ടുന്നത്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7 × 8 എന്ന് എഴുതാം. സോ ഇവിടെ 2 സ്ക്വയർ, 5 സ്ക്വയർ, 3 സ്ക്വയർ, 7 × 2 ക്യൂബ് എന്ന് വന്നു. ഇനി 2 പവർ 5 × 5 സ്ക്വയർ × 3 സ്ക്വയർ × 7 എന്ന് എഴുതി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യാനുള്ളത് ഇതിനകത്തുള്ള നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് പവറിലുള്ള എല്ലാത്തിനും ഒന്ന് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 + 1 × 2 + 1 × 2 + 1 × 1 + 1.
അപ്പോൾ എന്ത് വരും 6 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ 12 ഇൻറ്റു 9 എന്ന് വരും. 108 എന്നാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതേ നമ്പറിൽ തന്നെ നമ്മൾ ഓഡ് ഫാക്ടേഴ്സും ഈവൻ ഫാക്ടേഴ്സും കണ്ടുപിടിക്കണം. ഇതേ നമ്പറിൽ തന്നെ ഓഡ് ഫാക്ടേഴ്സും ഈവൻ ഫാക്ടേഴ്സും. അപ്പോൾ നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ്, ഇപ്പോൾ നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ 2ൻ്റെ പവർ എടുക്കണ്ട, ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും പവർ ഉണ്ടല്ലോ അതിൽ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5ൻ്റെ പവറിൽ 2 ആണുള്ളത്, അപ്പോൾ നമ്മൾ 3 എഴുതി. 3യുടെ പവറിൽ 2 ആണുള്ളത്, 3 എഴുതി. ദെൻ 7ൻ്റെ പവറിൽ 1 ആണുള്ളത്, 2 എഴുതി. സോ 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 2 18 കിട്ടി. ഇതാണ് നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ്. ഇനി നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് ചോദിക്കുന്നുണ്ട്. നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ്, നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2ൻ്റെ പവറിലുണ്ടല്ലോ 2 പവർ 5 ആണ് തന്നിരിക്കുന്നത്. 2 പവർ 5 ആണ് തന്നിരിക്കുന്നത്. അതിൽ 2 പവർ 0 എന്ന് പറയുന്ന ഒരു ഫാക്ടർ എടുത്തു കഴിഞ്ഞാലാണ് നമുക്കിവിടെ ഓഡ് ഫാക്ടർ കിട്ടുക. 2 പവർ 0 എന്ന് പറയുന്ന ഫാക്ടർ എടുക്കണ്ട, ബാക്കി എടുക്കുക. അതായത് ഇതിലിപ്പോൾ എത്രയുണ്ട്, 5 ഉണ്ട് അല്ലേ, പവറിൽ 5 ആണുള്ളത്, അത് അതുപോലെ എഴുതി. ബാക്കി നമ്പേഴ്സിൻ്റെ എല്ലാം പവറിലുള്ളതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് എഴുതി. അപ്പോൾ എത്ര കിട്ടും, 90 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 90 എന്ന് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. സോ എന്താണ് അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്? ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മൾ ഒരു നമ്പറിൻ്റെ ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്, എത്ര ഓഡ് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. പ്രൈം ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം ഈ പ്രൈം നമ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് 2, 3, 5 എന്ന് പറയുന്ന നമ്പേഴ്സ്, അതിൻ്റെ പവറിൽ ഓരോ നമ്പേഴ്സ് ഉണ്ടാവും. ആ നമ്പേഴ്സിൻ്റെ എല്ലാം കൂടെ ഒന്ന് നമ്മൾ ആഡ് ചെയ്യുക. ഒന്ന് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഈ നമ്പേഴ്സിനെ എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഈ പവറിലുള്ള നമ്പറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് അതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്നതാണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇനി ഓഡ് ഫാക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ പവറിലുള്ള ഒന്നും നമ്മൾ എടുക്കണ്ട, ബാക്കി 3, 5, 7 അങ്ങനെ വരുന്ന എല്ലാ പ്രൈം നമ്പേഴ്സിൻ്റെയും പവറിലുള്ള നമ്പറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ഈവൻ ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ 2ൻ്റെ പവറിൽ എന്താണോ ഉള്ളത് ആ പവർ തന്നെ എഴുതുക, ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ പവറിലെ നമ്പറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക, ദെൻ കംപ്ലീറ്റ് മൾട്ടിപ്ലിക്കേഷൻ. സോ ഇങ്ങനെയാണ് ഓഡ് ഫാക്ടേഴ്സ്, ഈവൻ ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇത്രയും കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്.